ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് സ്ഥിരീകരിച്ച പോലീസ്. ശരീരത്തിലെ പരിക്കുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായതാണ്. കാട്ടാന ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലെന്നായിരുന്നു ഫോറൻസിക് സർജൻ പറഞ്ഞത്. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം പോലീസ് കോടതിയിൽ സമർപ്പിക്കും. മുഹമ്മദ് ആഷിഖിന് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ഈ വിഷയത്തിൽ നിരവധി ദുരൂഹതകളുണ്ടെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. ഇപ്പോൾ ആനയുടെ ആക്രമണം തന്നെയാണ് മരണത്തിന് കാരണമെന്ന് റിപ്പോർട്ട് വരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് വലിയ ദുരൂഹതകൾ ഈ പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതൊരു കാട്ടാന ആക്രമണം എന്ന നിലയിൽ വിവരങ്ങൾ പുറത്തുവിടുകയും പിന്നീട് അതൊരു കൊലപാതകമാണ്, ഭർത്താവ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിലയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തള്ളിക്കൊണ്ട് അവസാനം പോലീസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവം ആദിവാസി സ്ത്രീയായ സീതയുടെ മരണം സംഭവിച്ചത് കാട്ടിൽ വെച്ചുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ്. ഇതിലൊരു സംശയത്തിന് കാരണമായത് ഫോറൻസിക് സർജൻ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്ന ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് സംശയങ്ങൾക്ക് വഴിവെച്ചത്. പക്ഷേ പോലീസ് പറയുന്നത് കൂടുതൽ വിശദമായ ചർച്ച നടത്തുകയും ഫോറൻസിക് സർജനുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ഈ അപകടങ്ങൾ മൃതദേഹത്തിലുണ്ടായിരുന്ന പരിക്കുകളെ കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തപ്പോൾ വനത്തിനുള്ളിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ താങ്ങി പിടിച്ചപ്പോഴാണ് കരുത്തിലുണ്ടായ പരിക്കുണ്ടായതെന്നും പിന്നീട് വാരിയലുകൾ ഒടിഞ്ഞത് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്തും ആണ് എന്നുള്ള ഒരു ധാരണ എന്ന കണ്ടെത്തൽ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് കാട്ടാനയുടെ ആക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സംഭവം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ ഇത് കാട്ടാനയുടെ ആക്രമണമല്ല എന്ന് തള്ളിക്കളയുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. വലിയ ദുരൂഹതകൾ സംഭവവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നെങ്കിലും പോലീസ് ഒടുവിൽ ഒരു അന്വേഷണത്തിലേക്കും അവസാന കണ്ടെത്തലുകളിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ പോലീസ് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.